ഇനി പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അതിനായി ചക്കച്ചുളകൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. അതിനെ ഒരു പാനിലേക്ക് മാറ്റിക്കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടത് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തു വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തില്ലെങ്കിൽ കട്ട കെട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെന്ത ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ആവശ്യത്തിന് പാലും കൂടി ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും സ്വാദ് കൂട്ടാൻ അല്പം ഏലക്കാപ്പൊടിയും കുറച്ച് നെയ്യും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചക്ക സ്റ്റൂ ആണ് കിട്ടിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.